ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബ്ബി ഇബാദി അന്നീ അനൽ ഗഫൂറുർ റഹീം. നബിയെ, ഞാൻ ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് എന്റെ ദാസന്മാരെ വിവരമറിയിക്കുക. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. എന്റെ ശിക്ഷ തന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നും വിവരമറിയിക്കുക. വനബ്ബിഹും അൻ ضيف إبراهيم إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. ഇബ്രാഹീമിന്റെ അടുത്തു വന്ന അതിഥികളെപ്പറ്റി നീ അവരെ വിവരമറിയിക്കുക. അദ്ദേഹത്തിന്റെ അടുത്ത് കടന്നുവന്ന് അവർ സലാം എന്ന് പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെപ്പറ്റി ഭയമുള്ളവരാകുന്നു. قالوا لا توجل إنا نبشرك بغلام عليم. അവർ പറഞ്ഞു, താങ്കൾ ഭയപ്പെടേണ്ട, ജ്ഞാനിയായ ഒരു ആൺകുട്ടിയെപ്പറ്റി ഞങ്ങളിതാ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. نبئ عبادي أني أنا الغفور الرحيم وأن عذابي هو العذاب الأليم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ തൗഫീഖ് കൊണ്ട് പുണ്യപൂർണമായ ഈ മഹനീയമായ പരിശുദ്ധ റമളാനിൻ്റെ 17 ദിവസങ്ങൾ പിന്നിട്ട് 18ാമത്തെ രാത്രിയിൽ നാം എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെയേറെ പ്രതീക്ഷയോടുകൂടി നാം വരവേൽക്കുകയും ആവേശപൂർവം ഇബാദത്തുകളിൽ വ്യാപൃതരാവുകയും ചെയ്ത ഈ പവിത്രമായ മാസം അതിൻ്റെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. പകുതിയിലേറെയും പിന്നിട്ട് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു ചടങ്ങ് പോലെ ഈ പരിശുദ്ധമായ മാസത്തെ
കാണുന്ന എത്രയോ ഹതഭാഗ്യരായ ആളുകളുണ്ട്. അള്ളാഹു അത്തരക്കാരിൽ ഉൾപ്പെടുത്താതെ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പവിത്രമായ മാസത്തെ കഴിയാവുന്നത്ര ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ നടത്തുന്ന മഹാന്മാരായ ആളുകൾ ലോകത്തുണ്ട്. അവരുടെ പാത പിൻപറ്റിക്കൊണ്ട് ആ പുണ്യങ്ങളുടെ യഥാർത്ഥമായ പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ കൊണ്ട് നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ കഠോരമായ നരകശിക്ഷയിൽ നിന്ന് മോചനം കിട്ടണം എന്നതാണ്. റമദാൻ ആരംഭിച്ച ദിവസം മുതൽ നമ്മൾ തേടാൻ തുടങ്ങിയതാണത്. നരകത്തിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ് എന്ന് മനസ്സറിഞ്ഞ് പറയാത്തൊരു ദിവസം നമുക്ക് കഴിഞ്ഞു കടന്നു പോകുന്നില്ല, അല്ലെങ്കിൽ കഴിഞ്ഞു കടന്നു പോകരുത്. അല്ലാഹുമ്മ അഅ്തിഖ് റിഖാബന എന്ന് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പിരടിയെ, അതല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരത്തെ നരകത്തിയിൽ നിന്ന് നീ മോചിപ്പിക്കണേ അല്ലാ. കാരണം പരിശുദ്ധ റമദാനിന്റെ ഓരോ രാത്രികളിലും ധാരാളം ആളുകളെ അള്ളാഹു നരകത്തിയിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളായ നാം എല്ലാവരും. വിശുദ്ധ ഖുർആനിൽ കാണാം, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഉഇദ്ദത്തിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗം ഇന്നും നിലവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നരകത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്, അത് ഒരുക്കി തയ്യാറാക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നരകാഗ്നിയിലേക്ക് എത്തിപ്പെടാൻ മാത്രമുള്ള പ്രവർത്തനങ്ങളിൽ എത്തിപ്പെട്ട് നരകത്തിയിൽ എത്തിച്ചേരാൻ അടുത്തിരിക്കുന്ന എത്രയോ ആളുകൾ പരിശുദ്ധ റമദാനിലൂടെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ തൗബയിലൂടെ മനസ്സറിഞ്ഞവർ അല്ലാഹുവിലേക്ക് അടുക്കുന്നതിലൂടെ അവരുടെ നല്ല നല്ല ചിന്തകളിലൂടെ, കർമ്മങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, വാക്കുകളിലൂടെ അല്ലാഹുവിന്റെ മഹനീയമായ ഫദ്ല് മുഖേന നരകാഗ്നിയിലേക്ക് പ്രവേശിക്കാൻ വിധിക്കപ്പെട്ട, അതല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്ന ആളുകളെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയുന്നു, അവൻ മാറ്റിക്കളയുന്നു എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നാം. അതിന്റെ അടിസ്ഥാനത്തിൽ നരകത്തിയിൽ പോകാനുള്ള ആ ഒരവസ്ഥയോളം എത്തിയിട്ടുണ്ടെങ്കിൽ റബ്ബേ, നീ ഞങ്ങളെ അതിൽ നിന്ന് മാറ്റി എഴുതിക്കൊണ്ട് നിന്റെ ഏറ്റവും വലിയ ഫദ്ല് മുഖേന നിന്റെ സ്വർഗീയ ആരാമത്തിൽ പ്രവേശിക്കാൻ യോഗ്യത നേടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നതാണ് സഹോദര സഹോദരി ഈ ദിവസങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ്, റബ്ബേ, നിന്നോട് ചോദിക്കുന്നു, നരകത്തിയിൽ നിന്ന് മോചനം നൽകണേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ എന്നതാണ്. അതിനെന്താണ് വേണ്ടത്? സ്വർഗത്തിലെത്താൻ. സ്വർഗത്തിലെത്തുന്നതിന്റെ മുമ്പ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞത് എന്താണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് ധൃതിപ്പെട്ടു പോകൂ ജനങ്ങളെ. നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് വേണ്ടി, അത് ലഭിക്കാൻ വേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ ആവേശത്തോടുകൂടി ധൃതി കാണിക്കുവീൻ. അതേ ആശയം തന്നെ ഖുർആൻ പറയുന്നുണ്ട്, വസാബിഖു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മത്സരിക്കുവീൻ. ആ രൂപത്തിൽ അല്ലാഹുവിങ്കൽ നിന്നുള്ള മഗ്ഫിറത്ത് ലഭിച്ചാലാണ് തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ കുതിക്കുവീൻ. അതിനു വേണ്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ ആവേശപൂർവ്വം ചെയ്യുവീൻ. ആ കാര്യത്തിൽ നിങ്ങൾ മത്സരിക്കുവീൻ എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ മനുഷ്യരെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായി നാം ഇതിൽ നേടേണ്ടത് മഗ്ഫിറത്ത് കിട്ടണം. തൗബയുടെ മാസമാണിത് എന്ന് അറിയാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിലില്ല. അല്ലാഹു റബ്ബുൽ ആലമീനിനോട് ഏതവസരത്തിലും തൗബ ചെയ്യാൻ നമുക്ക് കഴിയും. ഏതവസരത്തിലും തൗബ ചെയ്താൽ അത് സ്വീകരിക്കുന്നവനുമാണ് അല്ലാഹു. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന ആ അവസരത്തിലൊഴികെ, മരണം മുഖാമുഖം മുന്നിൽ കാണുന്ന നേരത്ത് ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുന്നവന്റെ തൗബ അല്ലാഹു പരിഗണിക്കുക